അന്ന് വയനാട് ഉരുൾപൊട്ടലിന്റെ സമയത്ത് തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിലെ കെട്ടിടങ്ങളുടെ താമസ യോഗ്യതാ പരിശോധന തുടങ്ങി. ജില്ലാ കളക്ടർ നിയോഗിച്ച 4 പ്രത്യേക സംഘങ്ങളാണ് അവിടെ പരിശോധന നടത്തുന്നത്. നഷ്ടമായ രേഖകൾ വീണ്ടെടുക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന അദാലത്ത് നാളെ സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് നടക്കുക. ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘത്തിൽ 6 പേർ വീതമാണുള്ളത്. ജിയോളജിസ്റ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ, PWD ഉദ്യോഗസ്ഥൻ എന്നിവർ സംഘത്തിൽ ഉൾപ്പെടുന്നു. തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂര എന്നിവ പരിശോധിച്ച് കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് ഈ സംഘം റിപ്പോർട്ട് തയ്യാറാക്കും. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന കല്ലുകളും ചെളിയും മണ്ണും ചേർന്നടിഞ്ഞ അവശിഷ്ടം കെട്ടിടങ്ങൾക്ക് ഭീഷണിയാണോ എന്നും സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ മാസം 19-നകം പരിശോധന പൂർത്തിയാക്കി സംഘം വടകര RDOക്ക് റിപ്പോർട്ട് നൽകും. അതിനിടെ ദുരന്തത്തിന് ഇരയായവരിൽ പലരും വാടക വീടുകളിലും ബന്ധുവീടുകളിലുമാണ് കഴിയുന്നത്. വന്നു നോക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവ തന്നെ നിൽക്കാൻ ഭയങ്കര പേടി. അപ്പോൾ ഞങ്ങളിപ്പം വീട് അതുകൊണ്ട് അന്വേഷിക്കുക. പിന്നെ അല്ലാതെ ഒരു രക്ഷയില്ല. തന്നെ പിള്ളേർക്ക് ഭയങ്കര പേടി. ഒരു മഴ പെയ്യുമ്പോഴത്തേനും പേടിയാണ്. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട് അടുത്തുണ്ട്, അങ്ങോട്ട് രാത്രി പോയി കിടക്കും. അങ്ങനെ കുറച്ച് ദിവസം എന്നും അങ്ങനെ ഓടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പം വേറെ വീട് അന്വേഷിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനഃസൃഷ്ടിച്ച് നൽകാനുള്ള പ്രത്യേക അദാലത്ത് നാളെ നടക്കും. ഉരുട്ടി പാലം വഴി വലിയ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയതോടെ 16 ദിവസത്തിനു ശേഷം വിലങ്ങാട് മേഖലയിലേക്ക് ബസ് സർവീസുകൾ ആരംഭിച്ചു. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും ഉരുളെടുത്തതോടെ ആശങ്കയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഇവരുടെ പുനരധിവാസം ഉടൻ നടപ്പാക്കേണ്ടതുണ്ട്. വിലങ്ങാട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.